മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കൂടി കടക്കുകയാണ് കേരളം. 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും 1 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും. രണ്ടും നവംബർ 13 പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ മറ്റു രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം കേരളത്തിലെയും ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. പാലക്കാടും ചേലക്കരയിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും വയനാട്ടിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും. സർക്കാരിനെതിരെ വമ്പിച്ച ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത് എന്നത് CPM-നെ സംബന്ധിച്ച്, ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതേസമയം പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ച് കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരിക്കൽ കൂടി സാന്നിധ്യം അറിയിക്കാനുള്ള സുവർണാവസരമാണ് BJP-ക്ക് കൈവന്നിരിക്കുന്നത്. പാലക്കാട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഇടതുമുന്നണിയിലും വലതുമുന്നണിയിലും ഏറെക്കുറെ ധാരണയായിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് UDF സ്ഥാനാർത്ഥി. അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ K ബിനുമോളാണ് പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അപ്പോൾ അവിടെ BJP സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായി എത്തുന്നത് ആരായിരിക്കും? ഏവരും ഉറ്റുനോക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്, BJP സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്. ശോഭാ സുരേന്ദ്രൻ്റെ പേരാണ് സജീവമായി പരിഗണിക്കപ്പെടുന്നത്. നിയമസഭാ മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് കൂടുതൽ താല്പര്യവും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്നതിനെക്കുറിച്ചാണ്. എന്നാൽ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ C കൃഷ്ണകുമാറിൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ശ്രീ കൃഷ്ണകുമാറിനെയാണ് താല്പര്യമെന്ന ചില സൂചനകൾ നേരത്തെ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തിന് കത്തെഴുതിയത് വലിയ വാർത്തയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളിൽ കേന്ദ്ര നേതൃത്വം അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. 3 മണ്ഡലങ്ങളിലും 3 വീതം സ്ഥാനാർത്ഥികളുടെ പട്ടികകൾ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. അതിൽ ഉചിതമായ പേര് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നാണ് സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം. പാലക്കാട് സ്വാഭാവികമായും 2 പേരുകൾ ഉയർന്നു വരുന്നു, C കൃഷ്ണകുമാറും ശോഭാ സുരേന്ദ്രനും. പിന്നീട് വേണമെങ്കിൽ K സുരേന്ദ്രൻ്റെ പേരും അവിടേക്ക് പരിഗണിക്കാം. അതുപോലെ തന്നെ ചേലക്കരയിൽ പ്രൊഫസർ TN സരസുവിൻ്റെ പേര് മാത്രമാണ് പരിഗണനയ്ക്കുള്ളത്. പ്രാദേശികമായി സ്വാധീനമുള്ള മറ്റാരുടെയെങ്കിലും പേര് NDA-യുടെ പരിഗണനയിലുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. അതേസമയം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കണമെന്ന് സംബന്ധിച്ച് ഇപ്പോഴും BJP-യിൽ NDA-യിൽ ആശയക്കുഴപ്പമുണ്ട്. MD രമേശിനെ പോലെയുള്ള സംസ്ഥാന തലത്തിലുള്ള നേതാക്കളെ മത്സരിപ്പിക്കണമോ അതോ പ്രാദേശിക സ്വാധീനമുള്ള നേതാക്കളെ മത്സരിപ്പിക്കണമോ? സ്വാഭാവികമായും അവിടെ വിജയപ്രതീക്ഷ ഇടതുമുന്നണിക്കും BJP-ക്കുമില്ല. എങ്കിലും സാന്നിധ്യം കൊണ്ട് പരമാവധി ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. പാലക്കാട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ ചേലക്കരയിൽ രമ്യ ഹരിദാസ് മത്സരിക്കും. കഴിഞ്ഞ 6 വർഷക്കാലമായി ഉരുക്കുകോട്ട പോലെ ഇടതുമുന്നണി കൊണ്ടു നടക്കുന്ന K രാധാകൃഷ്ണൻ കൊണ്ട് നടക്കുന്ന ചേലക്കര ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായിരുന്നു. എന്നാൽ 96 മുതൽ K രാധാകൃഷ്ണൻ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച് ക്രമാനുഗതമായി തൻ്റെ ലീഡ് വർദ്ധിപ്പിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ചേലക്കര. അപ്പോൾ ചേലക്കര തിരിച്ചു പിടിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ അവിടേക്ക് എത്തുന്നത് രമ്യ ഹരിദാസാണ്. ഒപ്പം വയനാടിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിയെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDF-ന് ആശങ്കകളൊന്നുമില്ല. ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ മുന്നണി UDF ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. മറുഭാഗത്ത് ഇടതുമുന്നണിയിലാകട്ടെ CPI-യുടെ സീറ്റാണ് വയനാട്. അപ്പോൾ CPI ആരെ മത്സരിപ്പിക്കണമെന്ന് സംബന്ധിച്ച് CPI തീരുമാനിക്കും. കഴിഞ്ഞ തവണ ആനി രാജയെ മത്സരിപ്പിച്ചതിലൂടെ തന്നെ വലിയ വിമർശനങ്ങൾ CPI നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിലുള്ള ആരെങ്കിലും മത്സരിപ്പിക്കുകയായിരിക്കും CPI ചെയ്യുക. ചേലക്കരയിലാകട്ടെ UR പ്രദീപിനെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. മുൻ MLA ആണ്, പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അപ്പോൾ K രാധാകൃഷ്ണൻ തുടർച്ചയായി വിജയിച്ച മണ്ഡലം, കുത്തക സീറ്റെന്ന് CPM തന്നെ കരുതുന്ന മണ്ഡലം വിട്ടുകൊടുക്കാൻ CPM തയ്യാറല്ല. അതുകൊണ്ട് തന്നെ പ്രാദേശിക തലത്തിൽ ക്ലീൻ ഇമേജുള്ള UR പ്രദീപിനെ അവിടെ മത്സരിപ്പിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 3 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുടെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. നവംബർ 13-നാണ് തെരഞ്ഞെടുപ്പ്. നവംബർ 23-ന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമുണ്ടാകും. നാളെ മുതൽ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 25 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള കാലാവധി. 28-ന് സൂക്ഷ്മ പരിശോധന, 30-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി.
ഇങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരിക്കൽ കൂടി മാസങ്ങൾക്ക് ശേഷം കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ആവേശത്തിലേക്ക് അമരാൻ പോവുകയാണ്. തീപാറുന്ന പോരാട്ടം നടക്കുന്ന പാലക്കാടാണ് കേരളക്കര ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ കേന്ദ്രം. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ആരാകുമെന്നത് സംബന്ധിച്ച ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. അതാണ് UDFിൻ്റെ നെഞ്ചിടിപ്പിക്കുന്നത്. ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ 3900 വോട്ടുകൾക്ക് മാത്രമാണ് കഷ്ടിച്ച് ഇഷ്ടപ്പെട്ട് കയറിയത്. കഴിഞ്ഞ തവണ ശ്രീധരൻ എന്ന BJPയുടെ നേതാവായിരുന്നു മത്സരിച്ചത്. അതിന് തൊട്ട് മുൻപത്തെ തവണ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ 40,000-ലധികം വോട്ട് പിടിച്ചിരുന്നു. വീണ്ടും 2 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ശോഭാ സുരേന്ദ്രൻ പാലക്കാടേക്ക് എത്തുകയാണെങ്കിൽ പണ്ടത്തെ ശോഭാ സുരേന്ദ്രനല്ല, അതിൽ 10 മടങ്ങ് കേരള രാഷ്ട്രീയത്തിൽ കരുത്തു നേടിയ വനിതയാണ് ശോഭാ സുരേന്ദ്രൻ. ആ നേതാവ് എത്തുമ്പോൾ ഷാഫി പറമ്പിലിനുള്ളതുപോലെയുള്ള ജനകീയ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകാൻ സാധ്യതയില്ല. ഷാഫി പറമ്പിലിന് പിന്തുണയായി ഉണ്ടായിരുന്ന സാമുദായിക പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് അതുപോലെ കിട്ടണമെന്നില്ല. ഷാഫി പറമ്പലിന് കഴിഞ്ഞ കിട്ടിയ ഇടത് വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെ ഒത്തുനോക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ വിജയം അവിടെ സാധ്യമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ചിന്താഗതി BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായാൽ വളരെ ഗുണകരമായ ഒരു സ്ഥാനാർത്ഥി നിർണയമായിരിക്കും പാലക്കാട് ഉണ്ടാവുക.